തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങളിൽ ദുരൂഹത. പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ കമ്പനി ബോണ്ട് വാങ്ങി. രേഖകൾ പ്രകാരം ആ ദിനത്തിൽ പണം ലഭിച്ചത് ബിജെപിക്കും കോൺഗ്രസിനുമാണ്. ഇഡി നടപടി നേരിട്ട വിവാദ കമ്പനികൾക്കും ബോണ്ടുകളിൽ അധികവും ലഭിച്ചത് ബിജെപിക്കാണ്. ഇലക്ട്രൽ ബോണ്ട് വിധിയിൽ പരിഷ്കരണം വേണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുകയും ചെയ്യും. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ഏറ്റവും ദുരൂഹമായ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് പുൽവാമ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുകയും അന്നേ ദിനം ബോണ്ടുകൾ വാങ്ങിയത് അല്ലെങ്കിൽ ലഭിച്ചത് ബിജെപിക്കും കോൺഗ്രസിനുമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. ഈ പുൽവാമ വിഷയത്തിൽ ഇതുവരെ വസ്തുത എന്താണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. ഒപ്പം തന്നെ കരിമ്പട്ടികയിലടക്കം പെടുത്തിയ കമ്പനികളടക്കം പണം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 980 കോടി നൽകിയ മേഘ ഇൻഫ്രാസ്ട്രക്ചർ, അവർ ആന്ധ്രാപ്രദേശിലെ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് CAG റിപ്പോർട്ടിൽ വലിയ തോതിൽ വിമർശനങ്ങൾ നേരിട്ടൊരു കമ്പനിയാണ്. അപ്പോൾ ആ രീതിയിൽ ദുരൂഹമായ പലതും പുറത്തേക്ക് വരികയാണ്. മനു, തീർച്ചയായിട്ടും സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. പക്ഷേ അത്തരത്തിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മറച്ചുവെച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2018 മുതൽ ഈ മാർച്ച് വരെ ഏതൊക്കെ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. പകരം 2 പട്ടികകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. ആദ്യത്തെ പട്ടിക എന്ന് പറയുന്നത് ഏതൊക്കെ കമ്പനികളാണ് തെരഞ്ഞെടുപ്പ് ബോർഡുകൾ വാങ്ങി എന്നതാണ് ആദ്യത്തെ പട്ടികയിലുള്ളത്. അതോടൊപ്പം രണ്ടാമത്തെ പട്ടികയിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് ബോർഡ് വഴി പണം സംഭാവന സ്വീകരിച്ചു എന്നതാണ് രണ്ടാമത്തെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബോണ്ടുകളുടെ സീരിയൽ നമ്പർ പോലും വ്യക്തമാക്കിയിട്ടില്ല. കാരണം സീരിയൽ നമ്പർ, ബോണ്ടിൻ്റെ സീരിയൽ നമ്പർ വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ സീരിയൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് പണം നൽകി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് സീരിയൽ നമ്പർ പോലും നൽകാതെയാണ് ഇപ്പോഴൊരു പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വലിയ തലത്തിലുള്ള ദുരൂഹതകൾ തന്നെയാണ് പട്ടികയ്ക്കകത്ത് നിലനിൽക്കുന്നത്. നിലവിൽ 2018 മാർച്ച് മുതൽ 2019 മാർച്ച് വരെയുള്ള ഒരു കണക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല. ആ കണക്ക് എന്തുകൊണ്ട് നൽകുന്നില്ല എന്നതിനും ഒരു വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ പുറത്തു വരുന്ന ചില സൂചനകൾ അനുസരിച്ചുകൊണ്ട് ഏകദേശം 2500 കോടിയിലധികം രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ് 2018 മാർച്ച് മുതൽ 2019 മാർച്ച് വരെ വിറ്റുപോയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ കണക്ക് ഇതുവരെ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഈ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയ കമ്പനികളുടെ കാര്യത്തിലും വലിയ തലത്തിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം കൂടുതൽ എൻഫോഴ്സ്മെൻറ്റിൻ്റെ അടക്കം അന്വേഷണം നേരിടുന്ന നിരവധി കമ്പനികൾ വ്യാപകമായിട്ട് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയിട്ടുള്ളത് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ്. ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹൗസിംഗ് എന്ന് പറയുന്ന സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയിട്ടുള്ളത്. ഏകദേശം 1300ഓളം കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടാണ് സാന്റിയാഗോ മാർട്ടിൻ വാങ്ങിയിരിക്കുന്നത്. ഇതിൽ തന്നെ വലിയ തലത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രതികരണം നടത്തിയത് ഇത്തരത്തിൽ സാന്റിയാഗോ മാർട്ടിൻ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം 1368 കോടി രൂപയാണ് സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് എന്ന് പറയുന്ന കമ്പനി ബോണ്ടായി നൽകിയിരിക്കുന്നത്. അതായത് 1368 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ED ആ കമ്പനിയിൽ സ്ഥിരമായിട്ട് റെയ്ഡുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബോണ്ട് വാങ്ങിയതിന് ശേഷം പിന്നെ ആ റെയ്ഡുമില്ല, അന്വേഷണവുമില്ല, യാതൊരു തരത്തിലുള്ള നടപടികളും ഇല്ല, എല്ലാം അവസാനിക്കുകയാണ്. അപ്പോൾ നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട് നമ്മുടെ മുൻപിലുണ്ടല്ലോ. അതായത് 35ഓളം അന്വേഷണം നേരിടുന്ന കമ്പനികൾ ബോണ്ട് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭാവന നൽകിയിട്ടുണ്ട്. അതിനുശേഷം ആ കമ്പനികൾക്ക് നേരെ ഒരന്വേഷണവും ഉണ്ടായിട്ടില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് തെളിയിക്കുകയാണ് ഈ വസ്തുത പുറത്തേക്ക് വരുമ്പോൾ 1368 കോടി രൂപ നൽകിയ അല്ലെങ്കിൽ ബോണ്ട് വാങ്ങിയ ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിക്ക് ആ ബോണ്ട് വാങ്ങിയതിനു ശേഷം പിന്നെ ഒരു അന്വേഷണവും നേരിടേണ്ടി വന്നിട്ടില്ല. മനു, അതുതന്നെയാണ് നമ്മൾ ഈ ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയത്
നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ സാന്റിയാഗോ മാർട്ടിൻ തന്നെയാണ് 1368 കോടി. അതോടൊപ്പം തന്നെ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രി മേഘ എഞ്ചിനീയറിംഗ് കമ്പനി അവർ വാങ്ങിയിരിക്കുന്നത് 966 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടാണ്. ക്വിക്ക് സപ്ലൈ ചെയിൻ 410 കോടി രൂപ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് കൈപ്പറ്റിയിട്ടുണ്ട്. ഈ കമ്പനികളൊക്കെ തന്നെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ അടക്കം അന്വേഷണം നേരിട്ട കമ്പനികളാണ്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയതിന് ശേഷം ഇവർക്കെതിരെയുള്ള അന്വേഷണം എന്തായി എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ വിഷ്ണു, ഇത് വളരെ ഗൗരവതരമായി നമ്മൾ കാണേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വിഷ്ണു മേഘ എഞ്ചിനീയറിംഗ് വർക്സിന്റെ കാര്യം സൂചിപ്പിച്ചു. ഈ CAG റിപ്പോർട്ടിൽ ആന്ധ്രാപ്രദേശിലെ ജലവൈദ്യുത പദ്ധതികളിൽ 38,000 കോടി രൂപയുടെ അഴിമതി നടത്തി അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തി എന്ന ഗൗരവതരമായ പരാമർശമുള്ള ഒരു കമ്പനിയാണ് ഈ CAG എന്ന് പറയുന്നത്. ആ രീതിയിൽ അന്വേഷണം നേരിട്ടവരാണ്. പിന്നീട് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നില്ല. കാരണം ഈ ബോണ്ടുകൾ വാങ്ങി പിന്നെ ഒരു അനക്കവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഒരു അഴിമതി അതിന് എങ്ങനെ നിയമപരമായ പരിവേഷം നൽകാൻ കഴിയും? എത്രമാത്രം ബുദ്ധിപരമായിട്ടാണ് ഒരു അഴിമതിയെ നിയമപരമാക്കിയെടുത്തത്? അത് നമ്മൾ കാണാതെ പോകരുത് ഈ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ. മനു, അതുതന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞതുപോലും അത്തരമൊരു ലക്ഷ്യത്തിലൂടെയാണ്. കാരണം അഴിമതിയെ നിയമപരമാക്കുക എന്ന് തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ കൊണ്ടുവന്നുകൊണ്ട് BJP ഉദ്ദേശിച്ചത്. അതിൽ ഏറെക്കുറെ അവർ വിജയിക്കുകയും ചെയ്തു. കാരണം ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി പണം നേടിയ ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. നിലവിൽ പുറത്തുവരുന്ന കണക്ക് പ്രകാരം, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം 6,060 കോടി രൂപയാണ് BJPക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ കൂടുതൽ പണം BJPക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ കമ്പനിയും ഈ ഒരു തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. അത് 2019 ഏപ്രിൽ 18 ഈ പാകിസ്ഥാൻ കമ്പനിയായിട്ടുള്ള ഹബ് പവർ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയിട്ടുള്ളത്. അത് വാങ്ങിയിരിക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമാണ്. ഇത്തരത്തിൽ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഹബ് പവർ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കുന്നത്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് ആർക്കാണ് സംഭാവന നൽകിയത് എന്നതിൻ്റെ വസ്തുതകൾ ഇനി പുറത്തു വരാനുണ്ട്. നിലവിൽ ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്, ഈ പാകിസ്ഥാൻ കമ്പനി തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയ അന്നേ ദിവസം BJPയുടെയും കോൺഗ്രസിൻ്റെയും അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ട് എന്നതാണ്. വിഷ്ണു, ഇത് ആർക്കാണ്, ഏത് പാർട്ടിക്കാണ് നൽകിയത് എന്ന തരത്തിൽ ആ പട്ടിക വിപുലപ്പെടുത്താനുള്ള ഒരു സാധ്യത ഇനി കാണുന്നുണ്ടോ? അതോ അത് മറച്ചു പിടിച്ചുകൊണ്ടുള്ളൊരു തന്ത്രം പ്രയോഗിച്ച് മുന്നോട്ട് പോകാനാണോ ഇലക്ഷൻ കമ്മീഷനെയൊക്കെ ഇപ്പോൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തി പോകുന്നതാണല്ലോ നമ്മൾ കാണുന്നത്? അതാണോ സംഭവിക്കാൻ പോകുന്നത്? മനു, തീർച്ചയായിട്ടും ഇനി കൂടുതൽ ഈ ഹർജി നൽകിയ രാഷ്ട്രീയ പാർട്ടി CPIM ആണ്. CPIM കോടതിയിൽ കൂടുതൽ നിയമപോരാട്ടം നടത്താൻ തന്നെയാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ വ്യക്തമാക്കിയത്, കൂടുതൽ ഉത്തരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. ആ ഉത്തരങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഇത്തരത്തിലുള്ള നിയമ പോരാട്ടം ഉണ്ടാകും എന്നതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് ആർക്ക് നൽകി എന്നതാണ് ഇവിടെ അറിയേണ്ടത്. അതിൻ്റെ അപ്പുറത്തേക്ക് ആരൊക്കെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് എന്നതല്ല, ഏതൊക്കെ കമ്പനികൾ ആർക്കൊക്കെ തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകി എന്നതിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ഇത് സുപ്രീം കോടതി പോലും കൃത്യമായി പറഞ്ഞതാണ്. കാരണം ഇവിടുത്തെ ഓരോ വോട്ടർക്കും അതറിയാനുള്ള അവകാശമുണ്ട്. അവർ വോട്ട് ചെയ്യുന്ന പാർട്ടി ആരുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ സംഭാവന സ്വീകരിച്ചത് എന്നതറിയാനുള്ള അവകാശം ഇവിടുത്തെ പൗരനുണ്ട്. തെരഞ്ഞെടുപ്പ് ബോണ്ട് ആ ഒരു അവകാശമാണ് നിഷേധിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ എന്നിട്ട് പോലും അത്തരത്തിൽ ഒരു വിവരം കൈമാറാൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും SBIയും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഒരു ഡേറ്റ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ ബോണ്ടിൻ്റെ സീരിയൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഓരോ ദിവസവും ഇന്ന കമ്പനികൾ ബോണ്ട് വാങ്ങി എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ആ ബോണ്ടിൻ്റെ സീരിയൽ നമ്പർ പബ്ലിഷ് ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നെങ്കിൽ ആ സീരിയൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് പണം നൽകി എന്നതിൽ ഒരു വ്യക്തത വരുമായിരുന്നു. പക്ഷേ അത് ഇവിടെ ബോധപൂർവം മറച്ചു വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മനു, വിഷ്ണു, ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഈ വിധിയിൽ പരിഷ്കരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഹർജി നൽകിയിട്ടുണ്ടല്ലോ സുപ്രീം കോടതിയിൽ. ആ ഹർജിയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വിധിയിൽ ഏത് തരത്തിലുള്ള മാറ്റം വേണമെന്നാണ് കമ്മീഷൻ ഹർജിയിലൂടെ പറയുന്നത്?
മനു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തന്നെ ഈ ഒരു ഡേറ്റാസ് പബ്ലിഷ് ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് സുപ്രീം കോടതിയിലും അപേക്ഷ നൽകിയത്. അവരുടെ വിധിയിൽ ചില പരിഷ്കരണങ്ങൾ വേണമെന്നൊരാവശ്യം സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. കാരണം SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചില രേഖകളൊക്കെ തന്നെ സീൽഡ് ആയിട്ടുള്ള ചില രേഖകൾ കൈമാറിയിരുന്നു. അപ്പോൾ ആ രേഖകളുടെ കാര്യത്തിൽ ചില ഇളവുകൾ വേണം എന്നതടക്കമുള്ള ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ CPIM ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കി വിവരങ്ങൾ കൂടി, അതായത് ഏതൊക്കെ കമ്പനികൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് പണം നൽകിയത് എന്നതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ കൃത്യമായി പങ്കുവയ്ക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. അതോടൊപ്പം തന്നെ സാന്റിയാഗോ മാർട്ടിൻ ഈ ബോണ്ടുകൾ വാങ്ങിയതിലടക്കം ചില കൂടുതൽ അന്വേഷണം വേണം എന്നൊരു കാര്യം കൂടി CPIM ഉൾപ്പെടെ ആവശ്യപ്പെടും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്നത്. മനു, വിഷ്ണു ഇത് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ CPIM ആണല്ലോ ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്നത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇതുമായി ബന്ധപ്പെട്ട് പോയിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഇത് ശരിയായ നടപടിയല്ല, ഇത് സുതാര്യമല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് CPM ആണ്. ഈ CPIM എപ്പോഴും ഇവിടെ ഈ വലിയ തോതിൽ വർത്തമാനം പറയുന്ന ആളുകളുടെ ആരോപണങ്ങൾ പലത് കേൾക്കാറുണ്ട്. എന്തിനാണ് ഈ ബക്കറ്റ് പിരിവ് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസം കേൾക്കാറുണ്ട്. കോൺഗ്രസ് നേതാക്കളൊക്കെ എപ്പോഴും പരിഹസിക്കാറുള്ളതാണ് CPIMൻ്റെ ബക്കറ്റ് പിരിവ് എന്ന് പറയുന്നത്. അത് സാധാരണക്കാരൻ്റെ മുന്നിൽ പോയി അവരോട് മേടിക്കുന്ന പൈസയാണ്, അവരോട് സംഭാവനയായി മേടിക്കുന്ന പൈസയാണ്. അപ്പോൾ CPIM അവിടെ അക്കൗണ്ടബിൾ ആകുന്നത് ആ മനുഷ്യരോടാണ്. മറുവശത്ത് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് വരുമ്പോൾ ഈ അതിൽ പണം വാങ്ങുന്നവരോ ഈ പറയുന്ന വലിയ കോർപ്പറേറ്റുകൾക്കും ഈ അന്വേഷണം നേരിടുന്ന ഈ കമ്പനികൾക്കോ ഒക്കെയാണ് അവർ അക്കൗണ്ടബിൾ ആകുന്നത്. സുപ്രീം കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ടല്ലോ, അതായത് ഇത്തരത്തിൽ സുതാര്യതയില്ലാതെ രഹസ്യമായി പണം കൊടുത്താൽ ആ പണം കൊടുക്കുന്നവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ ഈ പറയുന്ന സർക്കാരുകൾ ശ്രമിക്കേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാരുകൾ അത്തരത്തിലുള്ള നടപടികൾ ചെയ്യുമെന്ന വലിയ ആശങ്ക സുപ്രീം കോടതി പ്രകടിപ്പിക്കുകയുണ്ടായി. ആ ഘട്ടത്തിലാണ് CPIMൻ്റെ നിലപാട് പ്രസക്തമാകുന്നത്. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് CPIMൻ്റെ നിലപാടാണ്, അല്ലെങ്കിൽ CPIM നടത്തിയ നിയമ പോരാട്ടമാണ് ഇത്രത്തോളം വലിയ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കാരണം CPIM തുടക്കം മുതൽ തന്നെ ചൂണ്ടിക്കാട്ടിയത് തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് ഈ സുതാര്യമല്ലാത്ത ഇത്തരമൊരു ഇടപാടിലൂടെ തങ്ങൾക്ക് പണം വേണ്ട, സംഭാവന വേണ്ട എന്നൊരു നിലപാട് CPIM സ്വീകരിക്കുകയും അതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ വലിയ ഒരു നിയമ പോരാട്ടം CPIM നടത്തിയത്. ആ നിയമ പോരാട്ടം ഏകദേശം 4 വർഷത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ കൃത്യമായിട്ട് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഇടപെടുകയും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, അറിയാനുള്ള പൗരൻ്റെ അവകാശത്തെ ലംഘിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ റദ്ദാക്കിയ വിധി ഭരണഘടനാ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങളൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ പാർട്ടികളും വലിയ തോതിൽ സംഭാവന വാങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP ആണ് ഏറ്റവും കൂടുതൽ സംഭാവന വാങ്ങിയ പാർട്ടി എന്ന് പറയുന്നത്. BJP ഏകദേശം 6060 കോടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഡേറ്റകളിൽ BJPക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റ് പാർട്ടികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് 1421 കോടി, തൃണമൂൽ കോൺഗ്രസിന് 1609 കോടി, BRSന് 1214 കോടി, BJDക്ക് 775 കോടി, DMKക്ക് 639 കോടി, YSR കോൺഗ്രസിന് 337 കോടി, TDP 218 കോടി, ശിവസേന 159 കോടി, RJD 72 കോടി. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട പാർട്ടികൾക്കൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി സംഭാവന ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഇല്ലാത്ത 2 പാർട്ടികളുടെ പേരാണുള്ളത്. ഒന്ന് CPIMഉം അതോടൊപ്പം തന്നെ CPIയും മാത്രമാണ് ഈ ഒരു ലിസ്റ്റിലില്ലാത്തത്. ഈ 2 ഇടതു പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി പണം വേണ്ട എന്നൊരു നിലപാടെടുത്ത് ശക്തമായ നിയമ പോരാട്ടവുമായി CPIM മാത്രമാണ് മുന്നോട്ട് പോയത്. മനു, രാജ്യത്ത് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് CPIMൻ്റെ ഈ നിയമ പോരാട്ടം, അതിലൂടെ ലഭിച്ച വലിയ വിജയം. കാരണം ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു നിയമപരിവേഷം നൽകിയ വലിയൊരു തീവട്ടിക്കുള്ള അഴിമതി അവസാനിപ്പിക്കാൻ നിർണായകമായത് CPIMൻ്റെ നിയമ പോരാട്ടം തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ ഉറപ്പാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സുതാര്യമായതൊന്നും വേണ്ട,
അല്ലെങ്കിൽ സുതാര്യമായല്ലാത്ത ഒരു സംഭാവനയും സ്വീകരിക്കില്ല എന്ന കർശന നിലപാട് അവർ സ്വീകരിക്കുന്നു. CPIM സ്വീകരിച്ച ആ നിലപാടും അതിൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വിജയവുമാണ് ഇപ്പോൾ ഈ വലിയ കണക്കുകൾ പുറത്തെത്തിക്കുന്നതിൽ നിർണായകമായത്. വിവരങ്ങളാണ് വിഷ്ണു ദില്ലിയിൽ നിന്ന് നൽകിയത്.